അപ്പോൾ നമുക്കൊപ്പം ഈ കളിയുമായി സോക്കറും ഇവിടുത്തെ ലെവൻസും ഒക്കെ കളിപ്പിക്കുന്നതിലും അവരെ സംഘടിപ്പിക്കുന്നതിലുമൊക്കെ മുന്നിട്ട് നിന്ന് ഒരുപാട് പേർ നമ്മുടെ ഒപ്പമുണ്ട്. ഇവിടെ പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും ഫുട്ബോളിനെ ആരാധിക്കുന്നവരാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മതം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഫുട്ബോൾ ആണെന്ന് പറയേണ്ടി വരും. കാൽപന്ത് കളിയിൽ വിശ്വാസം അർപ്പിച്ച മനുഷ്യരാണ്. നേരത്തെ ഒരു സങ്കടം പറയാൻ വന്നു, എന്താണ്? അതായത് ഇപ്പോഴത്തെ പ്ലേയേഴ്സ് കളിച്ച് വളരാൻ ഒരു ഗ്രൗണ്ടില്ല. ഒരു ഗ്രൗണ്ടുള്ളത് മ്യൂസിയം മാതിരി എപ്പോഴും പൂട്ടിയിട്ടിട്ടാണ്. ഈ ഗ്രൗണ്ടിന് എന്താ പ്രശ്നം? ഈ ഗ്രൗണ്ടിൽ തന്നെ എപ്പോഴും അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും പൈസ കൊടുക്കണം അവർക്ക്. അതെന്തിനാ? അത് അവർക്ക് ഇതിനെ ഫീസ് ആയിട്ട് വാങ്ങിക്കുന്നവർ. എത്ര രൂപ ഫീസ് കൊടുക്കണം? അതറിയില്ല, എത്രയെന്നുള്ള കളിക്കാർക്ക് അങ്ങനെ തുറന്നു കൊടുക്കുന്നില്ല. ഇല്ല, നമ്മളൊക്കെ ഇവിടെ കളിച്ച് വളർന്നതാണ്. അതായത് ചെറുപ്പം മുതലേ അതെ വലിയ മാച്ചൊക്കെ നടന്നിട്ടുണ്ട്. എല്ലാം ഒരുപാട് വലിയ സന്തോഷമൊക്കെ വന്നില്ല. അത് മഞ്ചേരി. അതെ മഞ്ചേരി പക്ഷേ 25,000 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ ഇപ്പോഴും. അതെ അതെ. സ്റ്റേഡിയങ്ങൾ വികസിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അറ്റ്ലീസ്റ്റ് തുറന്നു കൊടുക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്ന കോട്ടപ്പടി സ്റ്റേഡിയം അടക്കം കളിക്കാർക്ക് അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ടൈമിൽ ഇന്ത്യയിൽ ഏതൊരു ടൂർണമെന്റ്, ഞാൻ ഇന്ത്യയിൽ ഒരുവിധം എല്ലാ ടൂർണമെന്റും കളിച്ചിട്ടുണ്ട്. ഏതൊരു ടൂർണമെന്റിന് പോയാലും ഏത് ടീമിന്റെ അടുത്ത് ചെന്നാലും 1 or 2 മലപ്പുറത്തുകാരുണ്ടായിരുന്നു. ഇന്ന് അതില്ല. കാരണം ഇന്നിപ്പോ കേരള ടീമിൽ ഒരുത്തമില്ല. ഈ നാഷണൽ ടീമിൽ ആരുമായിട്ട് കളിച്ചിട്ടില്ല. നാഷണൽ ടീമിൽ ആരെങ്കിലും ആയിട്ട് കളിച്ചിട്ടുണ്ട്? ഇല്ല. അതുണ്ട്. വരുമെന്നൊരു പ്രതീക്ഷ. പെലേനെ കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയോ? 77 പിന്നെ കൽക്കത്തയിൽ പിന്നെ മോഹൻ ബഗാനുമായിട്ട് പ്രാക്ടീസ് മാച്ചിന് അവർ വെറുതെ വന്നില്ല. അന്ന് ഞാൻ കൽക്കത്തയിലുണ്ട്. കൽക്കത്ത ആർമി 11 ടീമിന് വേണ്ടിയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അടുത്ത്. കാരണം ഗ്രൗണ്ടിൽ ഏറ്റവും അടുത്തിട്ടാണ് കണ്ടത്. അതിന്റെ കളി ഫുള്ള് കണ്ടു വന്നു. അതേമാതിരി മെസ്സിനൊന്നും കാണാൻ ചാൻസ് കിട്ടിയ. നമസ്കാരം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഈ മേഖലയിൽ സെവൻസ് സംഘടിപ്പിച്ച ഒരാൾ കൂടിയാണ് അല്ലേ? മുഴുവൻ പേര് സൂപ്പർ അഷ്റഫ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ സൂപ്പർ എന്നുള്ള പേര് എങ്ങനെ വന്നു? എന്റെ സ്ഥാപനത്തിന്റെ പേരാണ് സൂപ്പർ സ്റ്റുഡിയോ. ആ പേരിലൊരു ടീം ഇറക്കി. ആ പേര് സൂപ്പർ അഷ്റഫ്. അപ്പം മെസ്സി വരുന്നു എന്ന് മന്ത്രി പറഞ്ഞപ്പോ എന്താ തോന്നിയത്? മെസ്സി വരുന്നു എന്ന് പറഞ്ഞപ്പോ അതിയായ സന്തോഷം തോന്നി. മലപ്പുറത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ അവരുടെ ജീവനാണ്, പാഷനാണ്. അപ്പോൾ ഏതെല്ലാം ഫാൻസുകൾ ഉണ്ടെങ്കിലും മെസ്സിയുടെ കാര്യം വരുമ്പോൾ എല്ലാവരും ഒന്നിക്കുന്ന ഒരവസ്ഥയാണ്. അത്രമാത്രം ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് മെസ്സി. അപ്പോൾ അത് കാണാനും ഇവിടെ വരാനും. പക്ഷെ മെസ്സി ഇല്ലാത്ത ഒരു അർജന്റീന ടീം നമുക്ക് കഞ്ഞു പോലെ. ഓക്കെ, അപ്പോൾ മെസ്സി കൺഫേം ആയില്ല തോന്നുന്നുണ്ട്. അതും കൂടി ഉറപ്പിച്ചിട്ട് നമുക്ക് വലിയൊരു ആവേശത്തേക്ക് പോകണം. കാരണം വേൾഡ് കപ്പ് നടക്കുമ്പോൾ പോലും ലോകത്തെവിടെയില്ലാത്ത ആവേശം മലപ്പുറത്താണുള്ളത്. അപ്പോൾ മലപ്പുറത്തുകാരെ സംബന്ധിച്ചിടത്തോളം 10 മെസ്സിയെ ഹൈറ്റിലുള്ള കട്ടൗട്ടുകളൊക്കെയാണ് അവിടെ വെക്കാറ്. അപ്പോൾ നമ്മളെ മെസ്സി ഇവിടെ വരുന്നു എന്നറിഞ്ഞാൽ ഒരു പക്ഷേ അത് ഇവിടുത്തെ ഒരു ഫുട്ബോൾ മാമാങ്കം തന്നെ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. കൊച്ചിയിലാണെങ്കിലും എന്തായാലും സൂപ്പർ അഷ്റഫ് കളി കാണാൻ പോകത്തില്ലേ? കൊച്ചിയിലാണെങ്കിലും പോവും, എവിടെയാണെങ്കിലും തിരുവനന്തപുരമാണെങ്കിലും പോവും. ഒന്ന് കണ്ടാ മതി അല്ലേ? മെസ്സിയുടെ ഒരു ഡ്രിബിളിംഗ് ഒന്ന് നേരിട്ട് വിത്ത് ബോളിലുള്ള ഫുട്ബോൾ ഡാൻസ്, അതാണ് മെസ്സി. അത് കാണാൻ ആഗ്രഹമുണ്ട്. ഈ നിങ്ങൾക്ക് മെസ്സിയാണോ ഇഷ്ടം, റൊണാൾഡോ ആണോ ഇഷ്ടം, നെയ്മറയാണോ ഇഷ്ടം? അല്ല, എല്ലാ കളിക്കാരെയും ഇഷ്ടമാണ്. പക്ഷെ മെസ്സി എന്ന് പറഞ്ഞാൽ നമ്പർ 1 ആയിട്ടാണ്. ക്യൂട്ട്നെസ് കൂടിയുണ്ട്. വന്യതയും ഒപ്പം ശാലീനതയും ഒരുമിച്ച് ചേരുന്നതാണ്. ഓക്കെ. സ്കില്ലിനോടൊപ്പം തന്നെ വിത്ത് ബോളിലുള്ള അദ്ദേഹത്തിന്റെ കളി, അതൊരു എന്താ പറയാ, ഒരു ഒഴുക്ക്, അത് ഒരു എന്താ പറയാ, വാക്കുകൾ കിട്ടുന്നില്ല. ഒരു സംഗീതം പോലെയാണ്. കാൽപന്തുകളിൽ കാലുകൊണ്ട് സംഗീതം എഴുതും അല്ലേ? ഒരൊറ്റ ഉപകരണം മതി, പന്ത്. ഗാലറി ആകെ കാത്തിരിക്കണം കാഴ്ചക്കാരായി. അപ്പോൾ അവിടെ വിരിയുന്ന വസന്തമാണ് യഥാർത്ഥത്തിൽ മെസ്സി എന്നുള്ളത്. അപ്പോൾ നോക്കൂ, മെസ്സിയെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരാണ്. നമുക്ക് ഒരുപാട് പേരുണ്ട്, സീനിയർ സിറ്റിസൺസ്, ഇബ്രാഹിമിനെ പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ എല്ലാവരും കാത്തിരിക്കുകയാണ് മെസ്സിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി.